ജിലുമോൾക്ക് വീടെന്ന സ്വപ്നം പൂവണിയുന്നു. സെന്റ് തെരേസസ് കോളേജ് വകയാണ് ജിലുമോൾക്ക് വീടൊരുങ്ങുന്നത്. കേരള ദർശനവേദിയുടെയും സെന്റ് തെരേസസ് കോളേജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാലുകൾ കൊണ്ട് കാറോടിച്ച് ജിലുമോൾക്ക് സ്വീകരണവും അനുമോദനവും നൽകി സ്വീകരണ ചടങ്ങിലാണ് വീട് നൽകുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. സെന്റ് തെരേസസ് കോളേജ് 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വീട് നിർമ്മിച്ചു നൽകുക. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അസാധ്യം എന്നൊരു വാക്കില്ലെന്ന് തെളിയിച്ച മിടുക്കിയാണ് ജിലുമോളെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. കാണുന്നത് അവരെ ദുശാഠ്യം പിടിക്കും. ആ പിടിക്കുന്ന മേഖല ഒഴികെ മറ്റൊന്നിലും അവര് വഴങ്ങാതിരിക്കുന്നു എന്നുള്ളത് ആ രോഗത്തിന്റെ ഒരു ദോഷമായി അതുമായി ബന്ധപ്പെട്ട വിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അങ്ങനെ ജന്മം കൊണ്ട് ആ രോഗം കൊണ്ട് അല്ലെങ്കിൽ ആ വൈകല്യം കൊണ്ട് ഏറ്റവും അധികം ഒരു തരത്തിലുള്ള നേരിയ അപകടബോധത്തോട് അവർ ആ കുട്ടികളെ പരിപാലിക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ ഓട്ടിസത്തിന്റെ മേഖലയിൽ ഏറ്റവും ഒടുവിലായി കൊണ്ട് ചെന്നെത്തിയിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചാൽ അസാധ്യമായ പലതിലേക്കും ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് അവരെയാണ്. അവരുടെ ഏതാണോ താല്പര്യമുള്ള വിഷയമെന്ന് കണ്ടെത്തിയാൽ ആ വിഷയത്തിൽ അവർക്ക് അപൂർവമായ സിദ്ധിയായിരിക്കും മറ്റാരേക്കാളും മുൻപന്തിയിൽ എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. ചില ഗായകര് ഡാൻസ് ചെയ്യുന്നവരൊക്കെ ഇപ്പം അത്തരത്തിലുണ്ട്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു സംഭവം, ഇന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ സഹോദരൻ യോഗനാൾട്ടൻ നെത്യാൻയാഹു എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഓട്ടിസം ബാധിച്ച ആളാണ്, അല്ലെങ്കിൽ മെന്റലി ആ തരത്തിലുള്ള ഒരാളാണെന്നാണ് ലോകം വിധി എഴുതിയിട്ടുള്ളതും അതനുസരിച്ചാണ് ആ കുട്ടിയെ ബാല്യത്തിൽ വളർത്തിയത്. പക്ഷെ നിങ്ങൾ ഈ പലരും മത്തായി സാറിനെ പോലുള്ളവരെല്ലാം ഇവിടെ ഇരിക്കുന്ന പലർക്കും ഓർമ്മയുണ്ടാവും 1976 എൻഡബെ എയർപോർട്ട് സംഭവം. ഇസ്രയേലി വിമാനം തട്ടിക്കൊണ്ടുപോയി യുഗാണ്ടയിലെ എൻഡബെയിൽ ഇറക്കി 106 പേര് യാത്രക്കാരായിട്ടുണ്ടായിരുന്നു. 4 പേരെ അവര് പെട്ടെന്ന് തന്നെ അവരെ ജീവൻ നഷ്ടപ്പെട്ടു അതിനുള്ളില്. ബാക്കി 102 ജീവിതങ്ങൾ എങ്ങനെ രക്ഷപ്പെടുത്തും? കൂടുതൽ ആളുകളും ഇസ്രയേലികളാണ്. 1976 സംഭവമാണ് എൻഡബെ സംഭവം. എൻഡബെ സംഭവം പഠിക്കാൻ ശ്രമിച്ചാൽ ഒരു വിസ്മയമാണ്. ഉഗാണ്ടയെ പോലുള്ള ഈദിയാമിന്റെ ഉഗാണ്ടയെ പോലുള്ള രാജ്യത്ത് അവരുടെ സഹായത്തോടെ വിമാനം തട്ടിക്കൊണ്ടുപോയി യാത്രക്കാരെ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു. ആർക്കവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും? ഈ ചോദ്യം ഉയർന്നു വന്നപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സഹോദരൻ, ആ സഹോദരൻ ഓട്ടിസം ഉള്ള ആള്. പക്ഷെ അദ്ദേഹത്തിന്റെ ടാലന്റ് എവിടെ നിന്ന് അവർ കണ്ടെത്തിയിരുന്നു? ആ ടാലന്റ് സാഹസികമായി തന്റെ രാജ്യം, ഇസ്രയേലിന്റെ ഒരു വികാരം അങ്ങനെയാണ്, അവരുടെ രാജ്യത്തിന് വേണ്ടി പൊരുതാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്, ട്രെയിനിങ് ഉള്ളത്. അതുകൊണ്ട് അത്തരം സംഭവത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ താല്പര്യവും അതിൽ അകമഴിഞ്ഞ് ഇടപെടുകയും ചെയ്യുന്ന ഒരല്പം വൈകല്യമുള്ള കുട്ടിയായിട്ടാണ് അദ്ദേഹത്തെ വളർത്തുന്നത്. സെന്റ് തെരേസസ് കോളേജ് മാനേജർ സിസ്റ്റർ വിനീത അധ്യക്ഷത വഹിച്ചു. എന്നുള്ളത് 6-7 വർഷം നിയമയുദ്ധം നടത്തി ഈ ഒരു കൊച്ചു പെൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കരുത്തുണ്ടോ? നമ്മൾ തളർന്നു പോകില്ലേ? തളരരുത്. Jidumol, I just want to tell you, you are an inspiration, not only for the younger generation, even for older generation like me. Nothing is impossible, you tell us. And so ഇന്ന് ഈ മനോഹര മുഹൂർത്തത്തിൽ ദർശനവേദിയോടും ഒപ്പം ചേർന്നുകൊണ്ട് സെന്റ് തെരേസസ് മോളെ അഭിനന്ദിക്കുകയാണ് ഈ വലിയ അച്ചീവ്മെന്റിന്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും
ജിലുമോളിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ജീവിതത്തിലെ എല്ലാം പോസിബിളായി മാറട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥനയും ആശംസയും. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, മെട്രോ MD ലോക്നാഥ് ബെഹ്റ, FST മുൻ ചെയർമാൻ ഡോക്ടർ ജോർജ് ലിബ, ദർശനവേദി പ്രസിഡന്റ് AP മത്തായി, സെന്റ് തെരേസസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അൽഫോൻസ വിജയ് ജോസഫ്, ദർശനവേദി സെക്രട്ടറി കുമ്പളം രവി, അമൃത എസ്ട്രാജ്, മൈക്കിൾ കടമട്ടെ, അഗസ്റ്റിൻ വാരാപ്പുഴർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.